ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. 6 മണിക്കൂറാണ് ഞാൻ ഈ അരി കുതിരാൻ വച്ചിരുന്നത്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് സമയം ഫ്രീസറിൽ വയ്ക്കാം. നല്ലതുപോലെ തണുത്ത് കിട്ടാനാണ് ഞാൻ ഈ അരി ഫ്രീസറിൽ വയ്ക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. 10 മിനിറ്റ് സമയമായി. ഇത് നല്ലതുപോലെ തണുത്തു. നമുക്ക് ഇനി ഇതൊരു മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരയാനുള്ള വെള്ളവും എല്ലാം ഒഴിച്ചാണ് ഞാൻ ഈ അരി ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിത് മിക്സിയിലെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ അരയാനുള്ള വെള്ളമുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 മുറി തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കപ്പി കാച്ചുന്നതിന് പകരം ഒരു തവി ചോറാണിത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് തികച്ചില്ല, അതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. തണുപ്പായതുകൊണ്ട് ഒരുപാട് സമയം അരയ്ക്കാൻ പറ്റും. മാവ് നല്ലതുപോലെ അരച്ചെടുത്തു. ഈ അപ്പത്തിൻ്റെ മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പുളിക്കാനായിട്ട് വെക്കാം. ഇത് ഞാൻ രാത്രിയാണ് അരച്ചെടുത്തത്. രാവിലെ ആകുമ്പോൾ ഇത് പുളിച്ചിരിക്കും. നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് മൂടി വയ്ക്കാം. അപ്പത്തിൻ്റെ മാവ് റെഡിയായോ എന്ന് നോക്കാം. മാവൊക്കെ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളിന് വേണ്ടിയിട്ട് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഇട്ടതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുടാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഇരുമ്പ് ചട്ടിയിൽ തൂത്ത് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി. ഞാൻ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോ അപ്പങ്ങളായിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. എണ്ണ തൂവി കൊടുത്തിട്ട് നമുക്ക് ഓരോ അപ്പങ്ങളായിട്ട് വേഗം ചുട്ടെടുക്കാം. കപ്പി കാച്ചുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചോറ് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തത്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. എല്ലാ അപ്പവും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. എല്ലാ അപ്പവും ചുട്ടെടുത്തു. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ അപ്പം ചുട്ട് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.